ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇടിയപ്പം ഇഷ്ടമാണ് എന്നെനിക്കറിയാം. ഞങ്ങളുടെ നാട്ടിൽ, അതായത് കൊല്ലം ജില്ലയിൽ, ഇവനെ ഇടിയപ്പം എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ നൂൽപുട്ട് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇവനെ എന്ത് പേരിൽ അറിയപ്പെടുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? നല്ല രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇടിയപ്പം. പക്ഷേ അത് ഉണ്ടാക്കുന്ന കാര്യം മാത്രം ഒരു ലോങ് പ്രോസസ്സായി പോയതുകൊണ്ട് എല്ലാവരും സാധാരണയായിട്ട് ഉണ്ടാക്കാറില്ല. ഇന്ന് ഞാൻ ഇടിയപ്പവും ഒരു കിഴങ്ങ് കറിയുമാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരു കുക്കറിലേക്ക് ശകലം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമ്മൾ നേരത്തെ ഇറക്കി വെച്ച പൊട്ടാറ്റോ ഇട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ ഫ്രൈ അല്ല, ഇങ്ങനെ കണ്ടോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറുത്ത പോലെ ആയിട്ട്. ഈ സമയം തക്കാളിയും സവാള ഞുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. എല്ലാ വശത്തും ഒരുപോലെ തന്നെ മസാലയെല്ലാം പിടിക്കണം. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമായാൽ പിന്നെ കറി വളരെ ലൂസായി പോകും. ഈ സമയം നമുക്ക് അതിന് ചേർക്കാവുന്ന ഒരു മസാല അല്ലെങ്കിൽ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ, കുറച്ച് മാത്രം വെള്ളം, ടേസ്റ്റിനും കറി ഒന്ന് കൊഴുക്കുന്നതിനുമായി അണ്ടിപ്പരിപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടു പൊട്ടിക്കാവുന്നതാണ്. കടുവെല്ലാം നല്ലപോലെ പൊട്ടിയ ശേഷം മാത്രം ഉണക്കമുളകും ചെറിയ ഉള്ളി ഞറുക്കിയത് ചേർത്ത് കൊടുക്കാം. കരിവേപ്പില അല്പം ഉണങ്ങിയതുകൊണ്ടാണ് ആ പൊട്ടിത്തെറി ശബ്ദമൊന്നും കേൾക്കാതെ പോയത്. ഈ കടു വറക്കുന്നതിലേക്ക് ലേശം ഗരം മസാല ഇട്ടൊന്ന് മൂപ്പിച്ച് നോക്കൂ. നല്ലൊരു ഫ്ലേവറുമാണ്, നല്ലൊരു മണവും കിട്ടും. വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർക്കാം. നല്ലപോലെ ഇളക്കി തിളപ്പിച്ച് കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് കറി ഇനിയും ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ലേശം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്ക് കറി കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. നല്ലപോലെ തിള വരുന്ന സമയത്ത് മല്ലിയില ചെറുതായി നുറുക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കറിയുടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ പണിപ്പുരയിലേക്ക് കിടക്കാം. ഞാനിവിടെ പാക്കറ്റ് പൊടിയാണ് എടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഏത് പൊടിയായാലും ഒന്ന് വറക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നല്ല സ്മൂത്തായി കിട്ടുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെള്ളം ചൂടാക്കി ഉപ്പിട്ട് തിളപ്പിച്ച് വെള്ളം കുറേശ്ശെയായിട്ട് മാവിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഒരു ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുക്കാവുന്നതാണ്. മാവ് തരി ഉണ്ടെങ്കിൽ ആ ഒരു അച്ചിൽ നിന്ന് പുറത്തേക്ക് വരില്ല. അതുപോലെ തന്നെ മാവിന് കട്ടി കൂടിപ്പോയ ആ ഒരു കൺസിസ്റ്റൻസി കൂടിപ്പോയി കഴിഞ്ഞാൽ, ആ കട്ടി അങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ അച്ചിൽ നിന്ന് പുറത്തു വരില്ല. ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അച്ച് ഒടിഞ്ഞു വരെ പോയിട്ടുണ്ട്, മാവ് കട്ടിയായി പോയിട്ട്. കുറച്ച് അധികം നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ മാവ് നല്ല പോലെ സ്മൂത്ത് ആവുകയും നല്ലൊരു ഫ്ലേവറും നമുക്ക് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ കുറച്ച് നെയ്യോട് ചേർത്ത് ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കേണ്ടതാണ്. ചൂട് തണുത്ത ശേഷം മാത്രം കൈയിട്ട് കുഴയ്ക്കുക. ഇതിപ്പോൾ ചൂടുണ്ട്, എനിക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കര വെപ്രാളാവും, വേഗം കാര്യം നടക്കണം. മാവ് തണുത്ത ശേഷം മാത്രം എല്ലാ ഭാഗവും നല്ലപോലെ കുഴച്ച്
അച്ചിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. ശേഷം ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. തേങ്ങാപ്പീര ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കറിയും ഇടിയപ്പവും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഇടിയപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.